നമസ്തേ. എൻ്റെ സെമിനാർ ചാപ്റ്റർ 12 കുറച്ച് ഡെഫിനേഷൻസും പിന്നെ ഒരു തിയറമാണ്, തിയറം നമ്പർ 4. സോ ഡെഫിനേഷൻ 1 എന്തിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ നമ്പേഴ്സ് കോസ് തീറ്റ ഐ ഈസ് ഈക്വൽ ടു വി ഡോട്ട് വി ഐ സച്ച് ദാറ്റ് വി ഈസ് ഈക്വൽ ടു സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n cos theta i dot vi are called the direction cosines of v with respect to the orthonormal basis v1, v2, etc. vn. Definition 2 എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസോസിയേറ്റഡ് വിത്ത് എനി സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ ഫ്രം വി ടു വി വെർ വി ഈസ് എ വെക്ടർ സ്പേസ് വിത്ത് ഡോട്ട് പ്രോഡക്റ്റ് ദർ ഈസ് എ real valued function script L from V to R defined by L script L of V is equal to L of V dot V. The function script L is the quadratic form associated with L. അതായത് ഏതൊരു എല്ലാ സെൽഫ് അഡ്ജോയിൻറ്റ് ലീനിയർ ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഉണ്ടാവും. സ്ക്രിപ്റ്റ് എൽ ഓഫ് വി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. സ്ക്രിപ്റ്റ് എൽ ഓഫ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി. ആ സ്ക്രിപ്റ്റ് എല്ലിനെ പറയുന്നതാണ് ക്വാഡ്രാറ്റിക് ഫോം അസോസിയേറ്റഡ് വിത്ത് എൽ എന്ന്. Definition 3 എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, the quadratic form associated with the Wingerton map LP at a point P of an oriented n surface S contained in Rn plus 1 is called the second fundamental form of S at P and is denoted by script LP. അതായത് വിംഗർട്ടൺ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോമിനെ പറയുന്നതാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന്. Thus, script LP of V is equal to LP of V dot V, which is equal to alpha double dot of T naught into N of P, where alpha from I to S is any parameterized curviness with alpha of T naught equal to P and alpha dot of T naught equal to V. In particular, when norm V equal to 1, script LP of V is equal to the normal curvature of S at P in the direction V. അതായത് സ്ക്രിപ്റ്റ് എൽ പി ഓഫ് വി എന്ന് പറയുന്നത് നമ്മളുടെ സ്ക്രിപ്റ്റ് എൽ ഓഫ് വിയുടെ ഇക്വേഷൻ വെച്ചിട്ട് എൽ പി ഓഫ് വി ഡോട്ട് വി എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഇൻറ്റു എൻ ഓഫ് പി. ആൽഫ എന്ന് പറയുന്നത് ഐന്ന് എസ്സിലോട്ടുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് കർവാണ്, വേറെ ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് പി ആണ്, ആൻഡ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് വി ആണ്. നോം വി എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ സ്ക്രിപ്റ്റ് എൽ പി എന്ന് പറയുന്നത് നോർമൽ കർവേച്ചർ ഓഫ് എസ് അറ്റ് പിനോട് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ഡെഫിനേഷൻ എന്നിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം ആണ്. ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എസ് അറ്റ് പി ഈസ് ദ ക്വാഡ്രാറ്റിക് ഫോം സ്ക്രിപ്റ്റ് ഐ പി അസോസിയേറ്റഡ് വിത്ത് ദ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓൺ എസ് പി. ദസ് സ്ക്രിപ്റ്റ് ഐ പി ഓഫ് വി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു വി ഡോട്ട് വി ഇസ് ഈക്വൽ ടു നോം വി സ്ക്വയർ ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി. അതായത് ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എസ് അറ്റ് പി എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോം സ്ക്രിപ്റ്റ് ഐ പി അസോസിയേറ്റഡ് വിത്ത് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓൺ എസ് പി. അതായത് എസ് പിന്ന് എസ് പിയിലോട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും സ്ക്രിപ്റ്റ് ഐ പി എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ഐ പി ഓഫ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു വി ഡോട്ട് വി വിച്ച് ഇസ് ഈക്വൽ ടു നോം വി സ്ക്വയർ ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി. ഇനിയൊരു റിമാർക്കാണ് പറയണേ, സ്ക്രിപ്റ്റ് എൽ ഓഫ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമ്മളെ എൽ ഓഫ് വിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് എൽ ഓഫ് വി ഇസ് ഈക്വൽ ടു സ്ക്രിപ്റ്റ് എൽ ഓഫ് വി ഇസ് ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി ആണ്. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഓഫ് വി പ്ലസ് ഡബ്ല്യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു. ഇനി നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാണ്, എൽ ഓഫ് വി പ്ലസ് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് വി പ്ലസ് ഡബ്ല്യു എന്ന് വരും. വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എൽ ഓഫ് വി ഡോട്ട് വി പ്ലസ് എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു പ്ലസ് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് വി പ്ലസ് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി പ്ലസ് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു പ്ലസ് എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു. കാരണം എൽ എന്ന് പറയുന്നത് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണ്. സോ എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു പ്ലസ് എൽ ഓഫ് ഡബ്ല്യു ഡോട്ട് വിനെ നമുക്ക് എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു ടു എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് വി പ്ലസ് എൽ ഓഫ് ഡബ്ല്യു പ്ലസ് ടു എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു. സോ ഇതിനകത്ത് നിന്ന് എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു എന്താണ് ഇതാണ്, എൽ ഓഫ് വി ഡോട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/2 സ്ക്രിപ്റ്റ് എൽ ആണ് കേട്ടോ അവിടെ. സ്ക്രിപ്റ്റ് എൽ ഓഫ് വി പ്ലസ് ഡബ്ല്യു മൈനസ് എൽ ഓഫ് വി മൈനസ് എൽ ഓഫ് ഡബ്ല്യു.
This L can be recovered from script L by the above formula. Thus, the quadratic form associated with a self-adjoint linear transformation L contains exactly the same information as L. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻസ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എ ക്വാഡ്രാറ്റിക് ഫോം സ്ക്രിപ്റ്റ് എൽ ഈസ് സെഡ് ടു ബി പോസിറ്റീവ് ഡെഫിനിറ്റ് ഇഫ് സ്ക്രിപ്റ്റ് എൽ ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി വി നോട്ട് ഈക്വൽ ടു 0 and negative definite if script L of v less than 0 for every v not equal to 0. It is said to be definite if either it should be positive definite or negative definite. Indefinite if it is neither positive definite nor negative definite. അതായത് ഡെഫിനിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റോ നെഗറ്റീവ് ഡെഫിനിറ്റോ ഏതെങ്കിലും ഒരെണ്ണം ആയാൽ മതി. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റോ ആവാൻ പാടില്ല, നെഗറ്റീവ് ഡെഫിനിറ്റോ ആവാൻ പാടില്ല. ഈ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ഇഫ് എൽ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി വി. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ഇഫ് എൽ ഓഫ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി വി. പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കൂടെ ഒരു ഈക്വൽ ടു സൈൻ വരുമ്പോൾ അതിനെ സെമി എന്ന് പറയും. സെമി പോസിറ്റീവ് സെമി ഡെഫിനിറ്റും നെഗറ്റീവ് സെമി ഡെഫിനിറ്റും എന്നും പറയും. സെമി ഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ അത് എയ്തർ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കണം. ഇനി അടുത്ത റിമാർക്കാണ് പറയണേ. ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫോം സ്ക്രിപ്റ്റ് ഐ പി ഓഫ് എൻ ഓറിയന്റഡ് എൻ സർഫസ് എസ് കണ്ടെയ്ൻഡ് Rn+1 is always positive definite. The second fundamental form script LP is positive definite if and only if the normal curvature K of V equal to script LP of V is positive for every direction V at P. By the previous theorem, this is in the case if and only if all the principal curvatures KIP of S at P are positive. Similarly, script LP is negative definite if and only if all principal curvatures of S at P are negative. When script LP is positive definite, the surface S bends towards the unit normal n of P in every tangent direction V at P, whereas if script LP is negative definite, S bends away from n of P in all directions. അതായത് സ്ക്രിപ്റ്റ് എൽ പി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആകുമ്പോൾ ഉള്ളിലോട്ടാണ് വരാൻ, ടുവേർഡ്സ് ആയിരിക്കും. നെഗറ്റീവ് ഡെഫിനിറ്റ് ആകുമ്പോൾ എവേ ആയിരിക്കും, ബെൻഡ് എവേ ഫ്രം എൻ ഓഫ് പി ആയിരിക്കും. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചേക്കണേ. നെഗറ്റീവ് ഡെഫിനിറ്റിന് എവേ പോണതും പോസിറ്റീവ് ഡെഫിനിറ്റ് ടുവേർഡ്സ് വരുന്നതും. ഇനി അടുത്തത് തിയറാണ്. തിയറം 4. On each compact oriented n surface S in Rn+1, there exists a point P such that the second fundamental form at P is definite. അതായത് ഓരോ കോമ്പാക്ട് ഓറിയന്റഡ് എൻ സർഫസ് Rn+ലെ എൻ സർഫസിനും ഒരു പോയിന്റ് ഉണ്ടാവും. സച്ച് ദാറ്റ് ആ പോയിന്റിൽ സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിരിക്കും. അതായത് സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം അറ്റ് പി എന്ന് പറയുന്നത് എയ്തർ പോസിറ്റീവ് ഡെഫിനിറ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രൂഫ് പറയുന്നത്, ദ ഐഡിയ ഓഫ് ദ പ്രൂഫ് ഈസ് ടു എൻക്ലോസ് എസ് ഇൻ എ ലാർജ് സ്പിയർ ആൻഡ് ദെൻ ഷ്രിങ്ക് സ്പിയർ അണ്ടിൽ ഇറ്റ് ടച്ചസ് എസ് അറ്റ് ദ പോയിന്റ് ഓഫ് a contact. The normal curvature of S will be bounded away from 0 by the normal curvature of the sphere. ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സർഫസ് എസ്സിനെ നമ്മൾ ഒരു വലിയ സ്പിയറിൽ എൻക്ലോസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ വലിയ സ്പിയറിനെ നമ്മളുടെ സർഫസിലോട്ട് ടച്ച് ചെയ്യുന്ന വരെ അതിനെ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ടുള്ള encloses S in a large sphere and then shrink sphere until it touches S. At the point of a contact, the normal curvature of S will be bounded away from 0 by the normal curvature of sphere. അതായത് പോയിന്റ് ടച്ച് ചെയ്യണ സ്ഥലത്ത് നോർമൽ എസിൻ്റെ നോർമൽ കർവേച്ചർ എന്ന് പറയുന്നത് വിൽ ബി ബൗണ്ടഡ് എവേ ആയിരിക്കും ഫ്രം 0 ബൈ ദ നോർമൽ കർവേച്ചർ ഓഫ് ദ സ്പിയർ. ഇനി പ്രൂഫിലോട്ട് വരാണ്. ദ എൻ സ്പിയർ ഈസ് ഗിവൺ ബൈ h1² പ്ലസ് h2² പ്ലസ് എക്സെട്ര പ്ലസ് hn+1² വിച്ച് ഈസ് ഈക്വൽ ടു r². ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി എന്ന് പറയുന്നത് Rn+1 നിന്ന് ആറിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ g of x1 x2 എക്സെട്ര
xn plus 1 is equal to h1 square plus h2 square plus etc plus hn plus 1 square. S എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. സോ ദ റെസിസ്റ്റ് p belongs to S such that g of p greater than or equal to g of q for every q belongs to S. അതിന് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷന് കൊടുത്തു. പി എന്ന് പറയുന്നത് ഇതിന്ന് പി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം പോയിന്റ് ഓഫ് എ സ്മൂത്ത് ഫംഗ്ഷൻ ജി ഓൺ എസ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ തിയറം അപ്ലൈ ചെയ്തിട്ട് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ദ റെസിസ്റ്റ് ലാംഡ ബിലോങ്സ് ടു ആർ ലാംഡ നോട്ട് ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഡെൽ എഫ് ഓഫ് പി. അതിന് നമ്മളൊരു സ്റ്റാർ എന്ന് വിളിക്കുകയാണ്. എസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ഫോർ സം സി. ഇനി എസ് എന്ന് പറയുന്ന സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ ആണ് എൻ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളുടെ ഫോർമുല വെച്ചിട്ട് എൻ ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ് എന്ന് കിട്ടും. ഇതിന് ഒരു അപ്പോൾ ഇതിനകത്ത് നിന്ന് ഡെൽ എഫ് ഓഫ് പി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി എന്ന് പറയാൻ പറ്റും. സോ അത് നമ്മളുടെ സ്റ്റാറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഓ മൈനസ് നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി എന്ന് പറയാം. അതായത് ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ലാംഡ ഇൻറ്റു നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു ഡോട്ട് എൻ ഓഫ് പി. ദാറ്റ് ഈസ് ഡെൽ ജി ഓഫ് പി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ ഓഫ് പി. അതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് വിളിച്ചു. മ്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ലാംഡ നോം ഡെൽ എഫ് ഓഫ് പി. ഈ മ്യൂവിൻ്റെ സൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ് മ്യൂവിൻ്റെ സൈൻ വരാം. ഇപ്പോൾ നമ്മൾ മ്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ട് എടുക്കുകയാണ്. സോ മ്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് മോഡ് മ്യൂ ആണ്. മൈനസ് മോഡ് മ്യൂവിനെ നമുക്ക് നോം മ്യൂ എൻ ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. അതായത് നോം മ്യൂ എൻ ഓഫ് പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മോഡ് മ്യൂ ഇൻറ്റു നോം എൻ ഓഫ് പി ആണ്. നോർമൽ വെക്ടറിൻ്റെ എൻ ഓഫ് പിയുടെ നോം എന്ന് പറയുന്നത് 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് മ്യൂ. സോ മ്യൂവിനെ നമുക്ക് മൈനസ് നോം മ്യൂ ഇൻറ്റു എൻ ഓഫ് പി എന്ന് എഴുതാൻ പറ്റും. മ്യൂ ഇൻറ്റു എൻ ഓഫ് പി എന്ന് പറയുന്നത് ഡെൽ ജി ഓഫ് പി ആണ്. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കണ വെച്ചിട്ട് മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് നോം ഡെൽ ജി ഓഫ് പി എന്ന് പറയാം. സോ അതിനെ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കൊടുത്തു. ഇനി ജി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് വൺ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ പ്ലസ് 1 സ്ക്വയർ ആണ്. സോ ഡെൽ ജി ഓഫ് പി കാണുമ്പോൾ പി ടു എക്സ് വൺ എക്സെട്ര ടു എക്സ് എൻ പ്ലസ് 1 2നെ പുറത്തെടുക്കുമ്പോൾ 2p, എന്ന് വരും. സോ നോം ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നതിന് 2 നോം പി എന്ന് എഴുതാൻ പറ്റും. ഇംപ്ലൈസ് മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് നോം ഡെൽ ജി ഓഫ് പി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 നോം പി. ഇനി ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് ഈക്വൽ ടു മ്യൂ എൻ ഓഫ് പി ആണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എൻ ഓഫ് പി എന്ന് പറയുന്നത് ഡെൽ ജി ഓഫ് പി ഇൻറ്റു 1 ബൈ മ്യൂ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഡെൽ ജി ഓഫ് പിയുടെയും മ്യൂവിൻ്റെയും വാല്യൂ കൊടുക്കുമ്പോൾ മൈനസ് 1 ബൈ 2 നോം പി ഇൻറ്റു 2p, p എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് p, ബൈ നോം പി എന്ന് വന്നു. അതിന് ഫോർത്ത് ഇക്വേഷനായിട്ട് വിളിച്ചു. ഇനി ലെറ്റ് വി ബിലോങ്സ് ടു എസ് പി വിത്ത് നോം വി ഈക്വൽ ടു 1. Then v equal to alpha dot of t naught for some parametric curve alpha from I to S such that alpha of t naught equal to p. Now g composition alpha of t naught is equal to g of alpha of t naught. Alpha of t naught equal to p, so which is equal to g of p, which is greater than or equal to g of alpha of t for every t belongs to I. നമ്മൾ മുൻപ് ഫസ്റ്റത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഓഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ക്യൂ ഫോർ എവ്രി ക്യൂ ബിലോങ്സ് ടു എസ് ആണ്. ഫോർ എവ്രി ക്യൂ ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇവിടെ നമ്മളിത് പറഞ്ഞു. ഇനി സോ ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി നോട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി of alpha of t for every t belongs to I. Therefore g composition alpha has a maximum at t naught. Then by second derivative test for maximum value d square by dt square g composition alpha of t naught, that is g of alpha of t naught less than 0. Let it be equation 5. Now d square by dt square g composition alpha of t is equal to d by dt of d by dt g composition alpha of t
which is equal to d by dt del g of alpha of t dot alpha dot of t, which is equal to d by dt 2 alpha of t into alpha dot of t del g of p എന്ന് പറയുന്നത് 2p, p എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 d by dt x1 of t alpha dot of t. x1 of t എന്ന് പറയുന്നത് alpha of t, alpha of t ആണ്. സോ 2 ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, അതായത് x1 of t ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് 2 ഇൻറ്റു x1 ഡോട്ട് ഓഫ് ടി dot alpha dot of t plus h1 of t dot alpha double dot of t, which is equal to 2 into alpha dot of t plus alpha of t comma alpha of t dot alpha double dot of t, which is equal to 2 into norm alpha dot of t square plus alpha of t into alpha of t comma alpha of t dot alpha double dot of t. So d square by dt square decomposition alpha of t naught. ഇനി ഇത് ആൽഫ ഓഫ് ടി വെച്ചിട്ടാണ് ഡീകമ്പോസിഷൻ ആൽഫ ഓഫ് ടി. ഇനി ടി നോട്ട് ആവുമ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡീകമ്പോസിഷൻ ആൽഫ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 2 ഇൻറ്റു നോം ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് സ്ക്വയർ പ്ലസ് ആൽഫ ഓഫ് ടി നോട്ട് ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട്, which is equal to 2 into norm v square plus p comma p into alpha double dot of t naught, which is equal to 2 into norm v square plus minus norm p into n of p into alpha double dot of t naught. ഇത് p comma p എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. n of p ഈക്വൽ ടു മൈനസ് പി കോമ പി ബൈ നോം പി ആണ്. സോ അത് വെച്ചിട്ട് മൈനസ് പി കോമ പി എന്ന് പറയുന്നത് എൻ ഓഫ് പി ഇൻറ്റു നോം പി എന്ന് എഴുതാൻ പറ്റും. സോ അതിനകത്ത് നിന്നാണ് ഇത് വന്നിരിക്കണേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് നോം ബി സ്ക്വയർ എന്ന് പറയുന്നത് നോം ബി എന്ന് പറയുന്നത് 1 ആണ്. സോ നോം ബി സ്ക്വയർ ഈക്വൽ ടു 1. 2 into 1 minus norm p into n of p dot alpha double dot of t naught. ഇക്വേഷൻ 5 വെച്ചിട്ട് ഇക്വേഷൻ 5 അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ജിക്കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് ടി നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെന്നാണ് ഇക്വേഷൻ 5 പറയണത്. അത് വെച്ചിട്ട് 1 മൈനസ് നോം പി എൻ ഓഫ് പി ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ലെസ് ദാൻ 0 എന്ന് കിട്ടും. 1 ലെസ് ദാൻ നോം പി എൻ ഓഫ് പി ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് പറയാൻ പറ്റും. എൻ ഓഫ് പി ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഗ്രേറ്റർ ദാൻ 1 ബൈ നോം പി എന്ന് പറയാം. സോ നമ്മളുടെ ചാപ്റ്റർ 9 തിയറം 1 പ്രകാരം എൽ പി ഓഫ് വി ഡോട്ട് വി ഈക്വൽ ടു എൻ ഓഫ് പി ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ആണ്. സോ ഇവിടുത്തെ എൻ ഓഫ് പി ഡോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ടിന് പകരം എൽ പി ഓഫ് വി ഡോട്ട് വി എന്ന് എഴുതി, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ബൈ നോം പി. സോ കെ ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ബൈ നോം പി ഗ്രേറ്റർ ദാൻ 0. That is k of v greater than 0 for every v belongs to sp with norm v equal to 1. അതായത് സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോം എൽ പി ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് നമുക്ക് കിട്ടി. സിമിലർലി എസ് ഈസ് ഓറിയന്റഡ് if s is oriented so that mu greater than 0 then k of v less than 0. അതായത് നേരത്തെ കേസിൽ mu less than 0 ആകുമ്പോൾ പോസിറ്റീവ് എൽ പി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് കിട്ടി. ഇനി മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എൽ പി എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് കിട്ടും. അപ്പോൾ ഏത് കേസ് എടുത്താലും എൽ പി എന്ന് പറയുന്നത് either പോസിറ്റീവ് ഡെഫിനിറ്റോ അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റോ ആയിട്ട് കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് എൽ പി ഈസ് ഡെഫിനിറ്റ്. സോ അപ്പോൾ നമ്മളുടെ തിയറം അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. അതായത് on each compact-oriented n surface S in Rn plus 1, there exists a point P such that the second fundamental form at P is definite. So that's all. Thank you.